ഉയർന്ന ബുദ്ധിശക്തി ചിലപ്പോ നമ്മുടെ വിജയത്തിന് ഒരു തടസ്സമായി മാറാറുണ്ടോ? കേൾക്കുമ്പോൾ ഒരു വിരോധാഭാസമായി തോന്നാം, അല്ലേ? പക്ഷേ സൈക്കോളജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഉയർന്ന ബുദ്ധിശക്തി തന്നെയായിരിക്കാം ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെണി. അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെക്കാൾ എത്രയോ പിന്നിലായിരുന്ന ആൾ ഇന്ന് നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ്. നമുക്ക് അവരെക്കാൾ കഴിവുണ്ടായിട്ടും നല്ല നല്ല ആശയങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പിന്നിൽ തന്നെ നിൽക്കുന്നത്? ഈ ഒരു വിശകലനത്തിലൂടെ നമുക്കതിനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മളിന്ന് പ്രധാനമായും 5 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ബുദ്ധിയുടെ ഒരു കാണാക്കെണി, പിന്നെ ചിന്തയും പ്രയത്നവും തമ്മിലുള്ള ബന്ധം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന മിഥ്യാധാരണ, പിന്നെ വൈകാരിക ബുദ്ധിയുടെ പ്രാധാന്യം, അവസാനം ഇതിനെല്ലാമുള്ള പരിഹാരമായ പ്രവൃത്തി. അപ്പം നമ്മൾ നേരിടുന്ന ആദ്യത്തെ കെണി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിലുള്ള ഒരുപാട് അവസരങ്ങൾ തന്നെയാണ്. ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ എപ്പോഴും ഒരുപാട് വഴികൾ തുറന്നു കിടപ്പുണ്ടാവും. പക്ഷെ ഇതെങ്ങനെയാണ് ഒരു പ്രശ്നമായി മാറുന്നത് എന്ന് നോക്കാം. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, അനാലിസിസ് പാരാലിസിസ്. അതായത് ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കാനോ തീരുമാനിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അതിൽ വരാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ഇങ്ങനെ ആഴത്തിൽ ചിന്തിച്ച് അവസാനം ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഇതിലെ ഏറ്റവും രസകരമായൊരു കാര്യം ഇതാണ്. നിങ്ങളൊരു 50 വാതിലുകളുടെ മുന്നിൽ നിന്നിട്ട് ഇതിലേത് തുറന്നാലാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിച്ച് സമയം കളയുമ്പോൾ ഒരു സാധാരണ ബുദ്ധിയുള്ള ആൾ എന്തു ചെയ്യുമെന്നോ? അയാൾ തനിക്ക് മുന്നിൽ കണ്ട ആദ്യത്തെ വാതിൽ ചവിട്ടി തുറന്ന് ഇതിനകം മുന്നോട്ടു പോയിട്ടുണ്ടാവും. കണ്ടില്ലേ, അമിതമായ ചിന്ത നിങ്ങളെ അവിടെ തന്നെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കാരണം കഠിനാധ്വാനം ചെയ്യാനുള്ള ആ ഒരു ശീലത്തിന്റെ കുറവാണ്. നമുക്കിതിനെ പരിശീലനമില്ലാത്ത ഒരു എഫേർട്ട് മസിൽ അല്ലെങ്കിൽ ഒരു പ്രയത്നപേശി എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കിട്ടി ശീലിച്ചത് ഭാവിയിൽ എങ്ങനെയാണ് നമുക്കൊരു പാരയാവുന്നതെന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. ബുദ്ധി കൂടുതലുള്ള കുട്ടികൾക്ക് സ്കൂളിലൊക്കെ വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ തന്നെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് കഷ്ടപ്പെട്ട ഒരു കാര്യം നേടുന്ന ആ ഒരു ശീലം അവർക്ക് കുറവായിരിക്കും. പക്ഷേ ശരാശരി ആളുകൾക്ക് അങ്ങനെയല്ല. ഒരു കാര്യം പഠിച്ചെടുക്കണമെങ്കിൽ അവർ അന്നു മുതലേ കഷ്ടപ്പെടണമായിരുന്നു. അപ്പോ ജീവിതത്തിൽ ബുദ്ധിയേക്കാൾ കൂടുതൽ പ്രയത്നം ആവശ്യമുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ ഈ ബുദ്ധിമാന്മാർ പെട്ടെന്ന് തളർന്നുപോകും. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ആമയുടെയും മുയലിന്റെയും കഥ. നിങ്ങൾക്ക് എത്ര വലിയ കഴിവുണ്ടായിട്ടും കാര്യമില്ല, അത് സ്ഥിരമായി ഉപയോഗിക്കുന്നിടത്താണ് വിജയം. ആമ ജയിക്കുന്നത് അതിന് വേഗതയുള്ളതുകൊണ്ടല്ല, അതൊരിക്കലും ഓട്ടം നിർത്താത്തതുകൊണ്ടാണ്. ഇനി മൂന്നാമത്തെ കെണി. ഇതാണ് പലർക്കുമുള്ള പ്രധാന പ്രശ്നം. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന വാശി. ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതെന്താണെന്ന് വെച്ചാൽ പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. ഇതെങ്ങനെയാണ് നമ്മുടെ വളർച്ചയെ തടയുന്നതെന്ന് നോക്കാം. നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് അഭിമാനിക്കാറുണ്ടോ? എങ്കിൽ കേട്ടോളൂ. യഥാർത്ഥത്തിൽ അതിന് കാരണം നിങ്ങളുടെ അഭിമാനമല്ല, മറ്റുള്ളവരുടെ മുന്നിൽ മണ്ടനാകുമോ എന്നുള്ള ഭയമാണ്. ഉയർന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് അവരുടെ ഈഗോ കുറച്ച് വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ പരാജയപ്പെടുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഒരു സാധാരണക്കാരനോ, അയാൾ തെറ്റുകൾ പറ്റിയാലും കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. ആ തെറ്റുകളിൽ നിന്ന് പഠിച്ച് മുന്നോട്ടു പോയി വിജയിക്കുകയും ചെയ്യും. ഇതോടൊപ്പം വരുന്ന വേറൊരു വലിയ പ്രശ്നമാണ് ഇല്യൂഷൻ ഓഫ് പ്രൊഡക്ടിവിറ്റി. അതായത് ഉൽപാദനക്ഷമതയെക്കുറിച്ചുള്ള ഒരു മിഥ്യാധാരണ. നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ട്യൂട്ടോറിയലുകൾ കണ്ടുകൊണ്ടിരിക്കും, വലിയ വലിയ പ്ലാനുകൾ ഉണ്ടാക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോന്ന്. പക്ഷെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഇത് ഒരു ട്രെഡ്മില്ലിൽ ഓടുന്നത് പോലെയാണ്. നിങ്ങൾ ഒരുപാട് ഊർജ്ജം ചെലവഴിക്കുന്നുണ്ട്, നന്നായി വിയർക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ 1 ഇഞ്ച് പോലും മുന്നോട്ടു പോകുന്നില്ല. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് പുറത്തുവരാത്ത ഒരു ആശയത്തിനും ഈ ലോകത്ത് ഒരു വിലയുമില്ല. നാലാമത്തെ കാര്യം, നമ്മുടെ ഐക്യുവിനേക്കാൾ ഒക്കെ എത്രയോ വലുതാണ് വൈകാരിക ബുദ്ധിയും ആളുകളുമായുള്ള ബന്ധങ്ങളും എന്നതാണ്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾ പലപ്പോഴും ഈ ഒരു ഏരിയയെ അങ്ങ് അവഗണിക്കാറാണ് പതിവ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഗവേഷണങ്ങൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരാളുടെ IQ 120 കഴിഞ്ഞാൽ പിന്നെ ജീവിത വിജയത്തില് ആ ബുദ്ധിക്ക് വലിയ റോളൊന്നുമില്ല എന്നാണ്. അപ്പോ പിന്നെ എന്താണ് പ്രധാനം? സാധാരണയായി ബുദ്ധിമാന്മാർക്ക് മറ്റുള്ളവരുമായി വെറുതെ സംസാരിച്ചിരിക്കുന്നതും ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുമൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ശരാശരി ആളുകൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഗ്രൂപ്പുകളിലൊക്കെ സജീവമാകാനും മിടുക്കരായിരിക്കും.
വലിയ വലിയ അവസരങ്ങൾ എപ്പോഴും വരുന്നത് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ നിന്നോ നിങ്ങളുടെ ബുദ്ധിയിൽ നിന്നോ ആയിരിക്കില്ല, മറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇത്തരം മനുഷ്യബന്ധങ്ങളിലൂടെയായിരിക്കും. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ കെണികൾക്കെല്ലാമുള്ള ഒരേ ഒരു പരിഹാരത്തിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. അതെ, അത് പ്രവൃത്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ ഈ അമിതമായ ചിന്തകൾ മാറ്റിവെച്ചിട്ട് പ്രവർത്തിച്ചു തുടങ്ങുക. അതുതന്നെയാണ് വിജയിക്കാനുള്ള ഒരേ ഒരു വഴി. നിങ്ങളുടെ തലച്ചോറിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ആശയം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. അപ്പോ എന്തു ചെയ്യണം? വളരെ ലളിതമായ 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. 1. എല്ലാം പെർഫെക്റ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കാതെ തെറ്റുകൾ വരുത്താൻ തയ്യാറാവുക. 2. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പ്, അത് എത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ നടത്തുക. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഇതിലെ ആ വലിയ കാരണം എന്താണ്? അത് പെർഫെക്ഷനിസം ആണോ, അതോ ഈ അനാലിസിസ് പാരാലിസിസ് ആണോ? നിങ്ങളുടെ ബുദ്ധിയെ മാത്രം ആശ്രയിക്കാതെ പ്രവർത്തിച്ചു തുടങ്ങാൻ ഈ വിശകലനം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക.